കുമളിയിൽ നിന്ന് കമ്പത്തേക്ക് പോകുന്ന റൂട്ടാണ്, വനപാതയാണ്. KSRTC ബസ്സിലെ വിനോദയാത്രയാണ്. മുന്തിരിത്തോപ്പ് കാണാൻ വേണ്ടി കമ്പന്തേനി റൂട്ട് പോവുകയാണ്. കമ്പത്തെ മുന്തിരിപ്പാടം കാണാൻ വേണ്ടി ഉള്ള യാത്രയാണിത്. നല്ല വളവുള്ള റോഡാണ്, വനപാതയാണ്. ഇരു സൈഡും വനമാണ്. ഹെയർപിൻ ഒരുപാടുള്ള ഒരു റോഡാണിത്. തമിഴ്നാടായതുകൊണ്ടാണ് റോഡ് നല്ല നിരന്ന ഒരു റോഡായിട്ടുണ്ട്. സൈഡിൽ എല്ലാം കൃഷിയാണ്, വാഴക്കൃഷിയൊക്കെ ഉണ്ട്. നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. നല്ലൊരു യാത്രയാണ്. കുറച്ചും കൂടെ ദൂരോട്ട് നോക്കുകയാണെങ്കിൽ സഖ്യപൂർവ്വമൊക്കെ കാണാൻ പറ്റും. മുന്തിരിത്തോപ്പാണ്. കർഷകർ ഇവിടെ കമ്പമായതുകൊണ്ട് ഇഷ്ടംപോലെ മുന്തിരിപ്പാടങ്ങൾ കാണാൻ പറ്റും. റോഡ് സൈഡിൽ സൈഡിലെല്ലാം മുന്തിരിപ്പാടങ്ങളാണ്. ദൂരെ കാണുന്നതാണ് സഖ്യപർവ്വതം. ഈ ബസ്സിനകത്തുള്ള അലപ്പുകളാണ് കേൾക്കുന്നത്. അവർ ഓരോ കലാപരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കമ്പത്തെത്തി. ബസ് സൈഡിലോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മുന്തിരിത്തോപ്പിലോട്ട് ഇന്ന് പോകാനുള്ള പരിപാടിയാണ്. എന്താണെന്നറിയില്ല, ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടെന്ന് പറയാം. കമ്പത്തെ ഒരു മുന്തിരി പാടമാണിത്. ഇവരിവിടെ ഒരുപാട് പേര് ഇതിനകത്ത് പോകുന്നുണ്ട്. അകത്തോട്ട് കയറുമ്പോൾ അറിയാം എന്താണ് എൻ്റെ ഒരു കാഴ്ചയെന്ന്. അകത്തോട്ട് കയറുന്നുണ്ട്. ഇത് കുറച്ച് ഭാഗത്തേ ഉള്ളൂ. ഇത് ഇവിടെ ഒരു മുന്തിരി സ്റ്റോൾ പോലെയാണ്. ഇവർ അകത്ത് മുന്തിരി ജ്യൂസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇവർ ഫുള്ള് പാടത്തോട്ട് കയറ്റി വിടുന്നില്ല. ഈ കുറച്ച് ഭാഗത്ത് നിർത്തിക്കൊണ്ട് ഉള്ള കച്ചവടമാണിത് നടക്കുന്നത് ഇവിടെ. സീസൺ കഴിഞ്ഞെന്ന് അറിയത്തില്ല. ഇതെല്ലാം ഒരുതരം വാടിയ മുന്തിരിയൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. ചിലതൊക്കെ കേടായതുകൊണ്ട് മൊത്തത്തിൽ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കമ്പം തേനി മുന്തിരിപ്പാടം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയാണിത് വീഡിയോ തയ്യാറാക്കിയത്. കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. കുറേ ആൾക്കാർ മുന്തിരി ബോക്സ് മേടിക്കുന്നുണ്ട്. അതൊക്കെ മരുന്നടിച്ച മുന്തിരിയാണോന്ന് അറിയത്തില്ല. എന്തായാലും ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ മേടിക്കുന്നുണ്ട്. പലരും ജ്യൂസൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട്. ഈ തോട്ടത്തിലെ ആൾക്കാരെ കുറച്ച് ഭാഗത്ത് മാത്രം നിർത്തിക്കൊണ്ടാണ് ആൾക്കാരെ കാണിക്കുന്നത്. അതേവരെ ഫുള്ള് കൃഷി ചെയ്യുന്ന വലിയ പാടങ്ങളിലോട്ടൊന്നും ആൾക്കാരെ കയറ്റിവിടുന്ന പോലുമില്ല. കുറച്ച് ഭാഗത്ത് ഇവരെ കച്ചവടം നടക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രമാണെന്ന് തോന്നുന്നു. കുറച്ച് ഭാഗത്ത് മാത്രം നിർത്തുക. അവിടെ നിന്ന് ഈ തോട്ടത്തിന് കുറച്ച് ഭാഗമേ ഉള്ളൂ. ഇവിടെ തന്നെ അവർ ജ്യൂസും ഇങ്ങനെയുള്ള മുന്തിരി കച്ചവടമൊക്കെയാണ്. അകത്തോട്ട് അവർ കയറ്റി വിടത്തില്ല. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു മുന്തിരിത്തോട്ടമാണിത്. ഈ മെയിനായിട്ടുള്ള തോട്ടങ്ങളിലൊന്നും ഇവർ ആൾക്കാരെ കയറ്റി വിടുന്നില്ല. ഈ ഒരു മുന്തിരിക്കാരന് പിച്ചാരം സമ്മതിക്കത്തില്ല. ഇതിലൊരു മുന്തിരി പോലും തൊടാൻ അവർ സമ്മതിക്കത്തില്ല. ജസ്റ്റ് കാണുക, ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ മേടിക്കുക, പോവുക. അകത്തോട്ട് മെയിനായിട്ടുള്ള മുന്തിരി പാടങ്ങളിലൊട്ടൊന്നും അവർ കയറ്റി വിടത്തില്ല. അല്ലെങ്കിൽ അകത്ത് ഫാമിൽ നല്ല പരിചയക്കാരൊക്കെ വേണം തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെ കൊണ്ട് കാണിക്കുമായിരിക്കാം. എന്തായാലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് മുന്തിരിത്തോട്ടം കാണുന്നത്. ജസ്റ്റ് ഇങ്ങനെ കമ്പം തേനി പറഞ്ഞിട്ടുണ്ട്. അന്ന് പോയതാണ്. നമുക്കിവിടെ ആരെയും പരിചയമൊന്നുമില്ല. നല്ല പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അകത്തോട്ടൊക്കെ വലിയ തോട്ടങ്ങളിൽ പോയി കാണാൻ പറ്റും. നല്ല പാടങ്ങളിൽ പോയി കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ട്രിപ്പായിട്ട് വന്നുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കയറുന്നേ ഉള്ളൂ. അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നല്ല തോട്ടങ്ങൾ കാണാൻ പറ്റും. പക്ഷേ പരിചയമുള്ള ആൾക്കാരൊക്കെ വേണം, എങ്കിലേ അവർ കയറ്റി വിടത്തുള്ളൂ.